ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം 2 ശമൂവേൽ പുസ്തകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വായനാ ഭാഗം 2 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ പുസ്തകം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിവർത്തനങ്ങളിലൊന്നിനെ രേഖപ്പെടുത്തുന്നു. 1 ശമൂവേൽ പ്രധാനമായും ശൗലിൻ്റെ വീഴ്ചയെയും ദാവീദിൻ്റെ ഒരുക്കത്തെയും വിവരിച്ചപ്പോൾ 2 ശമൂവേൽ ദൈവം തൻ്റെ നിയമപ്രകാരം ദാവീദിനെ രാജാവായി സ്ഥാപിക്കുന്നതിനെ വെളിപ്പെടുത്തുന്നു. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ രാഷ്ട്രീയ അധികാരമാറ്റത്തിൻ്റെ ചരിത്രരേഖകൾ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സമയം, നീതി, താഴ്മ, വിശ്വസ്തത എന്നിവയെക്കുറിച്ചുള്ള ആഴമുള്ള ദൈവശാസ്ത്ര പാഠങ്ങളാണ്. 1-ാം അധ്യായത്തിൽ ശൗലിൻ്റെ മരണത്തിന് ശേഷം 2 ശമൂവേലിൻ്റെ പുസ്തകം ഉടൻ ആരംഭിക്കുന്നു. ഒരു അമാലേക്കൻ വന്ന് താനാണ് ശൗലിനെ കൊന്നതെന്ന് അവകാശപ്പെടുന്നു. ദാവീദ് തനിക്ക് പ്രതിഫലം നൽകുമെന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ. മാനുഷികമായി നോക്കുമ്പോൾ ദാവീദിൻ്റെ ഏറ്റവും വലിയ ശത്രു ഇല്ലാതായി. സിംഹാസനം ഒടുവിൽ അവൻ്റെ കൈവശമാകാനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടു. എന്നാൽ ദാവീദ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു. ആഘോഷിക്കുന്നതിന് പകരം അവൻ തൻ്റെ വസ്ത്രം കീറി ദുഃഖിച്ചു, ഉപവസിച്ചു. ശൗലിനും യോനാഥാനും വേണ്ടി വിലാപഗാനം ആലപിച്ചു. 2 ശമൂവേൽ 1:19 മുതൽ 27 വരെയുള്ള തിരുവെഴുത്തിലെ ഭാഗം ഏറ്റവും മനോഹരമായ ദാവീദിൻ്റെ വിലാപഗാനങ്ങളിൽ ഒന്നാണ്. ശൗലിൻ്റെ പരാജയങ്ങളെയല്ല, മറിച്ച് അവൻ യഹോവയുടെ അഭിഷിക്തനായിരുന്ന വിളിയെയാണ് ദാവീദ് ഓർക്കുന്നത്. പ്രത്യേകിച്ച് തൻ്റെ ഉടമ്പടി സുഹൃത്തായ യോനാഥാനോടുള്ള സ്നേഹവും ദുഃഖവും അതിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് ദാവീദിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്നു. മറ്റൊരാളുടെ ദുരന്തത്തിന്മേൽ തൻ്റെ രാജ്യം പണിയാൻ അവൻ ഒരിക്കലും ശ്രമിച്ചില്ല. ദൈവം ഒരിക്കൽ നിയമിച്ച ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കാൻ ദാവീദ് തയ്യാറായില്ല. ലോകം സാധാരണയായി എതിരാളികളുടെ വീഴ്ച ആഘോഷിക്കുന്നു. എന്നാൽ ദൈവരാജ്യം നമ്മെ പഠിപ്പിക്കുന്നത് പാപത്തെക്കുറിച്ച് ദുഃഖിക്കാനും മറ്റുള്ളവരിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ ആദരിക്കാനും ന്യായവിധി ദൈവത്തിന് വിട്ടുകൊടുക്കാനുമാണ്. റോമാലേഖനം 12:15 പ്രകാരം പറയുന്നു, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിപ്പീൻ, കരയുന്നവരോടുകൂടെ കരവീൻ. പക്വതയുള്ളൊരു വിശ്വാസി മറ്റൊരാളുടെ നാശത്തിൽ ഒരിക്കലും ആനന്ദിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ ശൗൽ മരിച്ചെങ്കിലും ദാവീദ് ഉടൻ യെരുശലേമിലേക്ക് പോകുന്നില്ല എന്ന് കാണുന്നു. പകരം അവൻ ദൈവത്തോടെ ചോദിക്കുന്നു, ഞാൻ പോകട്ടെയോ? ദൈവം അവനെ ഹെബ്രോനിലേക്ക് അയക്കുന്നു. അവിടെ യഹൂദാ ഗോത്രം അവനെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. എന്നാൽ അവൻ യഹൂദയുടെ രാജാവായി മാത്രമാണ് ഭരിക്കുന്നത്. മറ്റു ഗോത്രങ്ങൾ ശൗലിൻ്റെ മകനായ ഈശ്ബോശേത്തിനെ അബ്നേറിൻ്റെ നേതൃത്വത്തിൽ രാജാവായി അംഗീകരിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ 2 രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നു. മാനുഷികമായി നോക്കുമ്പോൾ ദൈവം വർഷങ്ങൾക്ക് മുൻപേ വാഗ്ദാനം ചെയ്തതിനാൽ ദാവീദ് ഇതിനകം മുഴുവൻ ഇസ്രായേലിൻ്റെയും രാജാവാകേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറുന്നത് ദൈവത്തിൻ്റെ സമയക്രമ പ്രകാരമാണ്. ഈ അധ്യായം ശൗലിൻ്റെ കുടുംബവും ദാവീദിൻ്റെ കുടുംബവും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷത്തോടെ അവസാനിക്കുന്നു. യോവാബ് അസാഹേലിൻ്റെ മരണത്തിന് പ്രതികാരമായി സംഭവിക്കുന്ന സംഭവങ്ങൾ പ്രതികാരത്തിൻ്റെ ദീർഘചക്രത്തിന് തുടക്കം കുറിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം ലഭിക്കുന്നതും അതിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതും തമ്മിൽ പലപ്പോഴും കാത്തിരിപ്പിൻ്റെ കാലഘട്ടം ഉണ്ടാകും. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ സമയത്തെ വിശ്വസിക്കുന്നതുമാണ് യഥാർത്ഥ വിശ്വാസം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വൈകുന്നതായി തോന്നുന്നതിനാൽ അനേകം വിശ്വാസികൾ നിരുത്സാഹപ്പെടുന്നു. 3-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ വാക്യം മുഴുവൻ അധ്യായത്തിൻ്റെ സാരം മനോഹരമായി അവതരിപ്പിക്കുന്നു. ദാവീദിൻ്റെ കുടുംബം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു, ശൗലിൻ്റെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരുന്നു. തിരുവെഴുത്തിലെ മഹത്തായ ദൈവശാസ്ത്ര സത്യങ്ങളിൽ ഒന്നാണിത്. ദൈവം സ്ഥാപിക്കുന്നത് ക്രമേണ ശക്തിപ്പെടുന്നു, എന്നാൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട മനുഷ്യൻ പണിയുന്നത് പതുക്കെ തകർന്നു വീഴുന്നു. അബ്നേർ ഒടുവിൽ ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തുവെന്ന് തിരിച്ചറിയുന്നു. അവൻ മുഴുവൻ ഇസ്രായേലിനെയും ദാവീദിൻ്റെ കീഴിൽ ഏകീകരിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ സമാധാനം വരുന്നതിന് മുൻപ് തൻ്റെ സഹോദരനായ അസാഹേലിൻ്റെ പ്രതികാരമായി യോവാബ് അബ്നേറിനെ കൊന്നുകളയുന്നു. വീണ്ടും ദാവീദ് പ്രതികാരം തിരഞ്ഞെടുക്കുന്നില്ല. പകരം അവൻ അബ്നേറിനു വേണ്ടി പരസ്യമായി ദുഃഖിക്കുന്നു, ഉപവസിക്കുന്നു, മരിച്ചവനെ ആദരിക്കുന്നു. താൻ അബ്നേറിൻ്റെ മരണത്തിൽ നിരപരാധിയാണെന്ന് ജനങ്ങളുടെ മുൻപാകെ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ദാവീദിന് അബ്നേറിൻ്റെ മരണത്തിൽ യാതൊരു പങ്കുമില്ലെന്ന് തിരിച്ചറിയുന്നു. ദൈവത്തിൻ്റെ ദാസൻ ദൈവരാജ്യത്തെ പാപപരമായ മാർഗങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകരുത്. ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുന്നില്ല. രാഷ്ട്രീയ വിജയത്തെക്കാൾ വിലയേറിയത് നീതിയുള്ള ജീവിതമാണെന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. 4-ാം അധ്യായത്തിൽ
അബ്നേറിൻ്റെ മരണത്തോടെ ഈശ്ബോശേത്ത് ദുർബലനാകുന്നതായി കാണുന്നു. അവൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 സൈനിക നായകർ അവനെ കൊലപ്പെടുത്തുന്നു. അവർ അവൻ്റെ തല ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നു. എന്നാൽ ദാവീദ് അവരെ വധിക്കാൻ കൽപ്പിക്കുന്നു. അവൻ്റെ ന്യായവാദം വളരെ ലളിതമാണ്. നിങ്ങളൊരു നിരപരാധിയെ കൊന്നുവെങ്കിൽ നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് ഞാൻ എങ്ങനെ പ്രതിഫലം നൽകും? അക്രമത്തിലൂടെ സിംഹാസനം പിടിച്ചടക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കൈ പ്രവർത്തിക്കുന്നതിനായി കാത്തിരിക്കാൻ ദാവീദ് തയ്യാറായിരുന്നു. അധർമ്മമായ മാർഗങ്ങളിലൂടെ ദൈവരാജ്യം സ്ഥാപിക്കാൻ അവൻ ഒരിക്കലും സമ്മതിച്ചില്ല. ഇന്നും അനേകർ വിജയത്തിനായി കൃത്രിമ തന്ത്രങ്ങളും ഒത്തുതീർപ്പുകളും അസത്യവും അനീതിയും ആശ്രയിക്കുന്നു. എന്നാൽ ദൈവരാജ്യം ഒരിക്കലും പാപപരമായ കുറുക്കുവഴികളിലൂടെ പണിയപ്പെടുന്നില്ല. ദൈവം അഭിലാഷത്തേക്കാൾ സത്യസന്ധതയെ ആഗ്രഹിക്കുന്നു. ഈ 4 അധ്യായങ്ങളും ശ്രദ്ധേയമായ ഒരു വൈരുദ്ധ്യത്തെ ചുറ്റിപ്പറ്റിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശൗലിൻ്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നു, ദാവീദിൻ്റെ കുടുംബം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മാറ്റം ദാവീദ് ഒരിക്കലും ബലമായി സൃഷ്ടിക്കുന്നില്ല. കഥയുടെ ഓരോ ഘട്ടത്തിലും ദാവീദിൻ്റെ നിരപരാധിത്വം പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ദാവീദിൻ്റെ ശത്രുക്കളിൽ ആരെങ്കിലും നീക്കുമ്പോഴെല്ലാം ദാവീദ് അവർക്ക് പ്രതിഫലം നൽകുന്നതിന് പകരം അവരുടെ പ്രവൃത്തിയെ അപലപിക്കുന്നു. ഈ സാഹിത്യഘടന നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തന്നെയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനെ സ്ഥാപിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് ദാവീദ് ഒരു വിജയകരമായ ഭരണാധികാരിയായി മാത്രമല്ല, മനുഷ്യൻ്റെ തന്ത്രങ്ങളിൽ ആശ്രയിക്കാതെ ദൈവിക പരമാധികാരത്തിൽ വിശ്വസിച്ച മനുഷ്യനായി ചിത്രീകരിക്കപ്പെടുന്നു. ഈ അധ്യായങ്ങൾ ദാവീദിനപ്പുറം യേശുക്രിസ്തുവിലേക്കാണ് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. ദാവീദിനെ പോലെ ലോകം അംഗീകരിക്കുന്നതിന് വളരെ മുമ്പേ യേശു ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവായിരുന്നു. സിംഹാസനത്തിലേറുന്നതിന് മുമ്പ് യേശു തള്ളപ്പെടുകയും നിരസിക്കപ്പെടുകയും ചെയ്തു. രാജ്യാധികാരം നേടാനുള്ള സാത്താൻ്റെ കുറുക്കുവഴി യേശു നിരസിച്ചു. പിതാവിൻ്റെ നിശ്ചയിക്കപ്പെട്ട സമയത്തിനായി യേശു ക്ഷമയോടെ കാത്തിരുന്നു. അക്രമത്തിലൂടെയല്ല, അനുസരണത്തിലൂടെയും താഴ്മയിലൂടെയും ക്രൂശിലൂടെയുമാണ് യേശു ജയിച്ചത്. ദാവീദ് എന്ന രാജാവ് എന്നേക്കും നിലനിൽക്കുന്ന രാജ്യം സ്ഥാപിക്കുന്ന മഹത്തായ രാജാവായ യേശുക്രിസ്തുവിൻ്റെ ഒരു മുൻനിഴലാണ്. ഇന്ന് നാം ജീവിക്കുന്നത് മത്സരവും സ്വയം പ്രചാരണവും തൽക്ഷണ വിജയവും വിലമതിക്കുന്ന ഒരു ലോകത്തിലാണ്. ഈ അധ്യായങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക, പാപപരമായ കുറുക്കുവഴികൾ നിരസിക്കുക, നിങ്ങളെ എതിർക്കുന്നവരെയും ആദരിക്കുക, നീതി ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുക, അഭിലാഷത്തിൻ്റെ മേലല്ല സത്യസന്ധതയുടെ മേൽ ജീവിതം പണിയുക. ദൈവം ഒരിക്കലും തിടുക്കപ്പെടുന്നില്ല. സ്ഥാനം നൽകുന്നതിന് മുൻപ് ആ സ്ഥാനം വഹിക്കാനുള്ള വ്യക്തിയെ ദൈവം ഒരുക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ വൈകി ലഭിക്കുന്ന അനുഗ്രഹം ഒത്തുതീർപ്പിലൂടെ ഉടനെ ലഭിക്കുന്ന വിജയത്തെക്കാൾ എപ്പോഴും ശ്രേഷ്ഠമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എൻ്റെ സ്വന്തം ശ്രമങ്ങളിലൂടെ ബലമായി നേടിയെടുക്കാനാണോ ഞാൻ ശ്രമിക്കുന്നത്? അതോ ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയാണോ? ഒത്തുതീർപ്പ് വേഗത്തിൽ വിജയം നൽകുമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും എൻ്റെ ക്രിസ്തീയ ജീവിതം സത്യസന്ധതയും നീതിയും കൊണ്ട് അടയാളപ്പെടുന്നുണ്ടോ? 2 ശമൂവേലിൻ്റെ ആദ്യ 4 അധ്യായങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം മനുഷ്യൻ്റെ അഭിലാഷങ്ങളാലല്ല, ദൈവത്തിൻ്റെ പരമാധികാരത്തിലാണ് മുന്നേറുന്നത്. കൃത്രിമ തന്ത്രങ്ങളാലല്ല, ക്ഷമയോടെയുള്ള വിശ്വാസത്തിലാണ്. പ്രതികാരത്താലല്ല, നീതിയാലാണ് എന്ന സത്യമാണ്. ദൈവം തൻ്റെ തികഞ്ഞ സമയത്ത് ദാവീദിനെ സ്ഥാപിച്ചതുപോലെ ഇന്നും തൻ്റെ ജനങ്ങളുടെ ജീവിതങ്ങളെ അവൻ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നു. നാം വിശ്വസ്തരായും താഴ്മയുള്ളവരായും അനുസരണയുള്ളവരായും നിലനിൽക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പരിശ്രമങ്ങളാൽ അല്ല, തൻ്റെ പരമാധികാരമുള്ള കൃപയാൽ അവൻ തൻ്റെ ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.